ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ഒരു പവിത്രതയുമില്ല എന്ന് എന്നോട് നിങ്ങൾ പരാതി പറയുന്നവരാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരാളെ ഞാൻ പറഞ്ഞു തരാ, ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലേ, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് കല്യാണം അന്വേഷിക്കുകയാ. ആ സമയത്തതാ കല്യാണം അന്വേഷിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. മക്കയിലെ പാവപ്പെട്ട ജോലിക്കാരനാണ്. പ്രിയമുള്ളവരെ, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ആ പ്രവാചകൻ മോളെ കെട്ടിച്ചു വിട്ടത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൈപിടിച്ചേൽപ്പിക്കുകയാ. പുല്ലുവെട്ടലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. കാടുകളിലൂടെ മലഞ്ചെരുവുകളിലൂടെ കടന്നു ചെന്നിട്ട് അതാ പുല്ലരിഞ്ഞിട്ടതാ ഒട്ടകങ്ങളും കുതിരകളുമുള്ള വീടുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാ. ആ വീടുകളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ അലി റളിയല്ലാഹുവിന്റെ പൊന്നുമോളെ കൈപിടിച്ചേൽപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, വർഷങ്ങളോളം സമാധാനത്തോടെ ജീവിക്കുകയാ. അലിക്ക് ഫാത്തിമ എന്ന ജീവനാ, ഫാത്തിമക്ക് അലി എന്ന ജീവനാ. ഒരു ദിവസം പോലും അവർ പിരിഞ്ഞിരിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫാത്തിമ ബീവി മരണപ്പെട്ടത്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണോ, ഫാത്തിമ ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയെ കൊണ്ട് കബറടക്കിയത് ജന്നത്തുൽ ബഖീഇലാ. രാത്രി സമയത്താ കബറടക്കുന്നത്. അങ്ങനെ രാത്രി സമയത്ത് കബറടക്കിയിട്ട് 3 പിടി മണ്ണ് മാറിയിട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. രാത്രി സമയമാണല്ലോ, ചാഞ്ഞും ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, എല്ലാ നിലക്കും കിടന്നു നോക്കുന്നുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ടുറക്കം വരുന്നില്ല. ഫാത്തിമയെ കുറിച്ച് ആലോചിക്കുമ്പോ കൽബിന്റെ ഉള്ളിൽ വേദനയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ ഫാത്തിമ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാത്തിമയില്ലേ, അവരെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്ത വെമ്പലാണ്. ആ സമയത്താണ് ഫാത്തിമയെ കുറിച്ച് ആലോചിക്കുന്നത്. എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ആ സമയത്ത് അലിയാർ തങ്ങൾ കരഞ്ഞിറങ്ങിയ കണ്ണുകളുമായിട്ട് തന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന അലി തങ്ങള്, എങ്ങനെയോ കിടന്നിരുന്ന അലി തങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാ. കൊച്ചുകുട്ടികളെ പോലെ കരയുന്നുണ്ട്. താടിരോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടവളെ കബറടക്കിയ ജന്നത്തുൽ ബഖീഇലേക്ക് പോവുകയാ. ജന്നത്തുൽ ബഖീഇലേക്ക് കടന്നു ചെന്നിട്ട് പുതുതായി നിർമ്മിച്ച കബറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു സലാം പറയുകയാ. ഒന്നാമത് സലാം പറഞ്ഞു, പക്ഷേ മടക്കുന്നില്ല. രണ്ടാമതും സലാം പറഞ്ഞു, അപ്പോഴും മടക്കുന്നില്ല. ഇത് കണ്ടപ്പോ അലിക്ക് സഹിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു താടിയോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് വീട്ടിലുള്ള കൊച്ചുമക്കൾ കരയുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവിടെ മുട്ടികുത്തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ? അലിയോട് പിണക്കമാണോ ഫാത്തിമ? എന്റെ നീ സലാം അടക്കാത്തത്? ഇത് ചോദിച്ചപ്പോഴും കബറൊന്നും മിണ്ടുന്നില്ല. ഫാത്തിമ ബീവി സംസാരിക്കുന്നില്ല. ആ സമയത്തതാ അലി റളിയല്ലാഹു അൻഹു കബറിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മാറിയിട്ട് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാ. അലി റളിയല്ലാഹു അൻഹു മണ്ണിനോട് സംസാരിക്കുകയാ. കബറേ, എന്റെ ഫാത്തിമയുടെ വീടെങ്ങനെയുണ്ട് കബറേ? എന്റെ ഫാത്തിമക്ക് സുഖമാണോ? എന്റെ ഫാത്തിമയുടേത് മണ്ണറയല്ല മണിയറയാണോ? എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമക്ക് പിണക്കമുണ്ടായത് കൊണ്ടാണോ എന്നോട് മിണ്ടാത്തത്? ഒരു ദിവസം ഭാര്യയെ പിരിഞ്ഞിരുന്നപ്പോ അലി റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. തന്റെ പ്രിയതമയുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട്, സ്വർഗമാണോ ജീവിതം? സന്തോഷമാണോ ജീവിതം? നിന്റെ കബറ് മണിയറയാണോ? എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ. ഇതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും കല്യാണം കഴിഞ്ഞിട്ട്
ഒന്നാമത്തെ ദിവസം ആദ്യ രാത്രിയതാ ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, തന്റെ പ്രിയതമന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ, ഒന്നാമത്തെ രാത്രിയല്ലേ, ഞാനും നിങ്ങളും കാത്തിരിക്കുന്നവരല്ലേ എന്റെ പ്രിയമുള്ളവരെ. ആ സമയത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഫാത്തിമ ബീവി പറയുന്ന, അലിയേ, ഇതല്ല പ്രിയതമനെ മണിയറ, നമ്മൾ കൂടിയതല്ല മണിയറ, അൽ ഖബറു അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി പറയുകയാ, അലിയാരെ, ഇതല്ല മണിയറ, ഞാനും നിങ്ങളും ചെന്ന് കിടക്കുന്ന ഖബറില്ലേ, ആ ഖബറിന്റെ ഒന്നാമത്തെ ദിവസമാ മണിയറയാക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അലിയാര് തങ്ങൾ മണിയറയാണോ എന്ന് നോക്കാൻ പോയതാ. ചരിത്രത്തിന്റെ കിതാബിൽ കാണാ, ഇതാണ് തങ്ങളുടെ ജീവിതം. ഇവിടെ കൂടിയവരോട് പറയുകയാ, എത്ര വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ദിവസങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ജീവിതത്തിൽ സന്തോഷമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ, നീ ഒറ്റത്തടിയായി നടന്ന നിന്റെ ജീവിതത്തിൽ സന്തോഷം നിനക്കുണ്ടാവില്ല. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിനോട് നബി തങ്ങൾ പറയുകയാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം വേണോ, നിന്റെ ജീവിതത്തിൽ സമാധാനം നിനക്ക് വേണോ, നീ വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറ്റത്തടിയായിട്ട് നടന്ന ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഒരു ഭാര്യയെ കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ഇണയെ കൂടെ കൂട്ടിയാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ കേട്ടോ, ഞാനത് പറയുമ്പോ നിങ്ങൾ പറയും, ഒറ്റത്തടിയായി നടപ്പം നല്ല സമാധാനമായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴുള്ള സമാധാനം പോയി. അല്ലേ? നിങ്ങളങ്ങനെ പറയൂലേ, ജീവിതത്തിൽ ഇതുവരെ സമാധാനം ഉണ്ടായിരുന്നു, ഒരു 25 വയസ്സ് വരെ സമാധാനം ഉണ്ടായിരുന്നു.